നമ്മളിത് ഒരു ലൈറ്റ് ഹൗസിന്റെ മണ്ടയ്ക്ക് വന്നേക്കുവാണ്ടോ. നമ്മള് വൈപ്പിലാണ് നമ്മൾ വന്നേക്കുവാണ്. ലൈറ്റ് ഹൗസിന്റെ മണ്ടേ മേളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. നമ്മുടെ പെട്രോളിയത്തിന്റെ എന്തോ വലിയ സംഭവങ്ങളാണ്. ടാങ്ക് കാണാതെ വേണ്ടി നമ്മുടെ എറണാകുളം സിറ്റിയാണ് കാണുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടല്ലോ, നമ്മുടെ വൈപ്പിലുള്ള ലൈറ്റ് ഹൗസിന്റെ മേളിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആണ് കേട്ടോ. സ്വിച്ചുകളും എന്തൊക്കെയോ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. വീണ്ടും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി, ഒന്നും പറയില്ല. മണ്ടയ്ക്ക് വരുന്ന ജാഗൂർ റോസും കൂടെ ഉണ്ടായിരുന്നെ കറക്റ്റ് അറിഞ്ഞല്ലേ. വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടും നടക്കാൻ ഫോട്ടോസൊക്കെ എടുത്ത് ഇത് സെറ്റപ്പായിട്ടില്ല, കുഴപ്പമില്ല. അവിടെ ഒരു ചെറിയൊരു ബീച്ച് കാണാം, മേളിൽ കയറി നോക്കാം. കുറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വീടുകള് തമിഴ്നാട്ടിൽ നിന്ന് കുറെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. കുറെ വണ്ടികളൊക്കെ കാണാം. കേരളത്തിലെ വണ്ടികളുണ്ട്, തമിഴ്നാട്ടിലെ കളർഫുൾ വണ്ടികളൊക്കെ ഉണ്ട്. പച്ച കളറുണ്ട്, പിന്നെ എന്തോ കളറാ, പിന്നെ എന്തോ ഒരു കളർ ഓറഞ്ച് അല്ല അതും പച്ച. അവിടെ ഒരു പച്ചയുണ്ട്, ഒരു തീമിങ്ങനെ കളറൊക്കെ ഉണ്ട്. പിന്നെ അങ്ങ് ദൂരത്ത് ഇവിടെ അവിടെ നമ്മുടെ കേരളത്തിലെ വെള്ളരിപ്രാവുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ 3 പേരുണ്ട്. അതിനടുത്തൊരു തമിഴ്നാട് ബസ് കിടക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. പിന്നെ ഇതെവിടെ എന്തോ പെട്രോളിയത്തിന്റെ എന്തോ ഒരു സംഭവമാണ്. ഒത്തിരി ഞാൻ വീഡിയോ എടുക്കുന്നില്ല, കാരണം വീഡിയോ എടുക്കാൻ അനുവദിക്കില്ല. ഒത്തിരി വിഷയം ഉണ്ടെങ്കിലും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ വൈപ്പിൽ, ഇവിടെ ഈ ലൈറ്റ് ഹൗസില്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മള് എന്താ പറയണേ, ചെറായി ബീച്ചിലേക്ക് കണ്ടു പോണേ. ചെറായി ബീച്ചിൽ പോയി ഇന്ന് അടിക്കാൻ പോവാണ്. ചെറായി ബീച്ചാണ്. പച്ചാമ്പരെ നമ്മൾ ചെറായി ബീച്ചിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ചെറായി ബീച്ച് എത്തി. ചെറായി ബീച്ച് ചെറായി, നീ ചെറായി വെച്ച് കളിക്കൊള്ള. ചെറായി ബീച്ചിലെ വെള്ളം കളിക്കൊള്ളാന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇപ്പൊ അഭിപ്രായം മാറിയില്ലേ ഇല്ലേ? അങ്ങനെ നമ്മൾ താഴേക്ക് പോവാണ്. ഇച്ചിരി ഇങ്ങനെ നടക്കുവാണ്. ആരാണ്ട് ഇവിടെ വീടോ അങ്ങനെ എന്തോ പണിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ വീട് പണി പുരോഗമിച്ചില്ല. കണ്ട ഇവിടെ ഒരു ചെറിയൊരു ബോട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഗൈസ് അർമാദിക്കാണ്, അർമാദിക്കുവാണ്. ഓ വീണ് അർമാദം ഹൈ ലെവൽ. ബ്രോ നമ്മൾ കടലിറങ്ങി. ടൂറിനെ ശ്രമിക്കാൻ പോണ ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി ആണ്. ടൂറിനെ ശ്രമിക്കാൻ പോണേ വൈബാട്ടോ, പുളി വൈബ്, ഒന്നും പറയാനില്ല. വേറെ ലെവല്, വേറെ വൈബ് സ്ഥലം. ഇത്രയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ സത്യം പറയാലോ. പിന്നെ വോയിസൊക്കെ ഇച്ചിരി ഒരു ഇതായിരിക്കും. മൈക്കൊന്നും യൂസ് ചെയ്യണം കേട്ടോ, നമ്മുടെ ഫോണിൻ്റെ മൈക്ക് തന്നെയാണ് യൂസ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു അടിപൊളിയാണ്. നമ്മുടെ ചെക്കൻ്റെ അറമാദിക്കും ഉണ്ട് ഇവിടെ നമ്മളുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, സൺസെറ്റിംഗ് നാളൊക്കെ കാണാൻ വേണ്ടി വന്ന കുറേ ആൾക്കാർ
അവിടെ ഉണ്ട്. അവിടെ ടൂറിസ്റ്റുകളൊക്കെ ആൾ കുറച്ച് ഒതുങ്ങിയ സ്ഥലം നിൽക്കുന്നതാണ്. അപ്പോൾ ഗായ്സ് കടലിലൊക്കെ ചാടി വൈബ് പിടിച്ചത് രാത്രി സമയം എത്തുന്നതിന് കേൾക്കേണ്ടതാണ്. സമയമൊക്കെ എത്തിയായതുകൊണ്ട് ഞങ്ങൾ കയറി അടിപൊളിയാവുന്ന വൈബാണ് കേട്ടോ. ഞങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ചാടിയതാണ്. എക്സാം കഴിഞ്ഞ് ഡയറക്റ്റ് ചാടി ബീച്ച് വന്ന് കുളിച്ച് അല്ലേ വൈബാണ്. ഇപ്പോഴും